അടിപൊളി മഴ, ഇടി ഇടി മിന്നല്, മഴത്ത് പോയി കടലിൽ തുള്ള എക്സ്പീരിയൻസ് എല്ലാരും എന്താല്ലേ മാൽഡീവ്സിൽ ഇരുന്നിട്ട് നമ്മളത് ആ കടുത്ത മഴ നമ്മൾ കാണാണ് നാട്ടിലെ ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളും. ഓ മൈ ഗോഡ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നല്ല ഹെവി മഴയും കാറുമാണ്. രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഭയങ്കര സൗണ്ട് കേട്ട് എണീറ്റ് നോക്കിയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. എനിക്ക് തോന്നുന്നു കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. ചില ദിവസങ്ങളിൽ ഇവിടെ ഹെവി മഴയാണ്, അപ്പോൾ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ബാധിക്കും. നമ്മളാണെങ്കിൽ ഇന്ന് ഡൈവിംഗ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ. എന്താണെന്നറിയില്ല, പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നോക്കട്ടെ. വെൽക്കം ടു ഡേ 2 ഗൈസ്. അപ്പോൾ നമുക്ക് റെയിൻകോട്ട് അടക്കം അവരടുത്തുണ്ട്, കാരണം അവർക്ക് മഴ പെയ്യുന്നുള്ളത് ഇവർക്ക് അറിയാവുന്നത്. അങ്ങനെ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. നല്ല മഴ പറഞ്ഞാൽ കിട്ടില്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8 മണി കഴിഞ്ഞു. നാട്ടിൽ ഇലക്ഷൻ ഡേ ആണ്. റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എണ്ണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ 2ാമത്തെ ദിവസം തുടങ്ങി ഗംഭീര മഴയാണ്. പിന്നെ ഒന്ന് മാറി നിൽക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ നമ്മളിപ്പോൾ കാണിച്ചാൽ കയറി നോക്കട്ടെ. കോയ്മാല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെയാണ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോട്ട് ഡോഗ്സ് ഉണ്ട്, പിന്നെ അവിടെ പാൻ കേക്ക് സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ പോലെ അനുസരിച്ച് ഉണ്ടാക്കി തരുകയും ചെയ്യും കേട്ടോ. ഹോട്ട് റൈസ് ആൻഡ് ഹെർബൽ. ഇത് കോഫി സെക്ഷൻ ആണ്. പിന്നെ അതുപോലെ ബ്രെഡിന്റെ സെക്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെയും ഒരുപാട് സാധനങ്ങൾ. കോക്കനട്ട് റൊട്ടി, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ. ഇതെന്നുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്താണ്, പൊങ്കലുണ്ട്. കുറെ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. ഇവിടുന്ന് അങ്ങോട്ട് മയം കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. ഇതൊന്ന് മീറ്റ് ടൈപ്പ് സാധനങ്ങൾ, ഫിഷിന്റെ ഒക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ. സ്മോക്കി ബ്രൗൺ സീ ഫുഡ് വിത്ത് കോൺ ആൻഡ് ഗോഡ്, അതായത് ചെമ്മീന് ഇതാക്കി വെച്ചാൽ മതി. പിന്നെ ഈ ഫ്രിട്ടഡ് എന്താ ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായില്ല, നോക്കിയില്ല അത് എന്താണോ. പിന്നെ ഗ്രിൽഡ് ടൊമാറ്റോ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫും പൊട്ടാറ്റോ കൂടിയുള്ള ഒരു ഐറ്റം. പിന്നെ അതുപോലെ പൊട്ടാറ്റോ ഹാഷ് വിത്ത് ചിക്കൻ സോസ് ഇല്ലേ, അങ്ങനെ എന്തൊക്കെയാണ് മെയിൻ ഐറ്റംസ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് സലാഡ്സ് സംഭവങ്ങളിലുണ്ട്. ഒരു 1.5 മണിക്കൂർ ഇരുന്നടിക്കാൻ പറ്റുമെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാൻ മാത്രമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളുണ്ട്. ഫ്രൂട്ട്സിന്റെ വേറൊരു സെക്ഷൻ ഇത്. അവിടെ ജ്യൂസസ് ഉണ്ട്, പിന്നെ അതുപോലെ ഓട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇനിയിപ്പോ നമ്മള് നേരെ ഫുഡ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് വ്യൂ. എന്താ അതിൻ്റെ ഒരു കളറല്ലേ, ഗംഭീരമായിട്ടാണ്. നമ്മുടെ ഇന്നലെ നടന്നു വന്ന വഴികളാണിത്. നമ്മുടെ റൂം അവിടെ കാണുന്ന അവിടെ നിന്ന് നടന്ന് നമ്മൾ ഡൈവ് ആൻഡ് സീലിലേക്ക് ഡൈവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഹെവി മഴയാണെന്ന്. അങ്ങനെ നമ്മൾ ഡൈവിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഡൈവിങ്ങിൻ്റെ ഫസ്റ്റ് സ്യൂട്ട് കഴിഞ്ഞ ശേഷം ജാക്കറ്റ് ഇട്ട് കിട്ടി. പിന്നെ നമ്മൾ ഓക്സിജൻ റെഡിയാണ്, കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഗ്ലൗസ് ഇതുണ്ട്, ഗൂഗിൾസ് ഉണ്ട്, ഫിൻസും കണക്ട് ചെയ്യുന്ന രീതി ഉണ്ടോ. സത്യത്തിൽ $126.13 നമുക്ക് ഇതിൽ ചാർജ് വരുന്നത്. മേ ബി നമ്മൾ ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ചീപ്പ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ പ്രൈവറ്റ് റിസോർട്ടിലൊക്കെ പ്രശ്നം വരില്ല. നമ്മൾ പോകണം, നമുക്ക് വേറെ നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്ന ഒരു സാധനം ഓക്സിജൻ സിലിണ്ടർ സെറ്റാക്കി 30 സെറ്റാക്കുന്ന 30 ബാക്കി നമുക്ക് 2 പിന്നെ ഫിൻസ്, പിന്നെ അതൊക്കെ. ഇനി എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇറ്റ് വിൽ ബി നൈസ്. ആകെ മഴ പെയ്തുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു, ബട്ട് അവർ പറഞ്ഞ മഴത്തും കാണാൻ പറ്റും, പോകാൻ പറ്റുന്നൊക്കെ എന്നാണ് പറയുന്നത്. So let's go. Okay, before we start, when we go in the water, there's no way that I can cancel your pay here or avoid doing this one and then come back and then say, okay, we're done, you cannot do this and all this. This is not going to be very difficult for you to do. Yeah, even the small child also can do this one. But don't stay panic there, that will be okay.
I will explain you the gear first, and then I will explain you how to breathe in it, and then slowly we will go out from the steps here down into the water until there will be a boy outside there. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ഗുച്ചിന്റെ ബെൽറ്റാണ് മാക്സിമം എടുത്തിട്ടുള്ളത്. അർമാനിയുടെ ബെൽറ്റ് അല്ല, ഗുച്ചിയുടെ ബെൽറ്റാണ് ഇത്. നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. ഈ വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് താഴോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാരണം. അപ്പോൾ എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് സൈനൊക്കെ പിടിച്ചു. ഈ സൈന് ഡൈവിങ്ങിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പം സ്കൂബ ഡൈവിംഗ് കടലിന്റെ അടിത്തട്ടിലെ മാസ്മരിക ലോകങ്ങൾ, പവിയപ്പുറ്റുകളും വിവിധ ജാതി മീനുകളും മറ്റു സമുദ്രജീവികളെയും ഒക്കെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി തന്നെയാണ് സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. സ്കൂബ ഡൈവിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല ഡീപ്പ് ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 ദിവസത്തേക്ക് ട്രെയിനിങ് ചെയ്ത് പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഞങ്ങളെ പോലെയുള്ളത് ഞങ്ങളൊരു 10 മീറ്റർ വരെയാണ് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ വരുന്നത് റിച്ചാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഗൈഡാണ്. ആള് നമുക്ക് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പ്രധാനമായിട്ട് നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ പുറകിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടും. അത് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും നമ്മുടെ ബ്രീത്തിങ്ങിനും കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിനടിയിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയതായിട്ട് ഇതുവരെ ചെയ്തു നോക്കാത്ത ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഞങ്ങളിതാ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം ലക്ഷ്മിയോട് നമ്മുടെ ഈ ചെവികേട്ട് കാണിച്ചു 50 മീറ്ററിലേക്ക് കടലിനടി വേറെ ലോകം. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെറുതാണോ? ഈ വെയിറ്റ് മാത്രം ബാക്കിയല്ലോ വെയിറ്റ് ഒന്നും അറിയുന്നില്ല വെള്ളത്തില്. അടി അറിയുന്നില്ല. പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മള് തിരിച്ച് റൂമിന്റെ അവിടെയൊക്കെ എത്തിയപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഗംഭീര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. പറയാൻ വയ്യ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് ഇത് കഴിഞ്ഞു റൂമിലേക്ക് പോയി. അവിടെ മറ്റേ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല പേയ്മെന്റ് ആണ്, അതാണ് പ്രശ്നം. $123 എന്ന് പറയുമ്പോൾ ഏകദേശം 450 നാട്ടിലെ 14 പിന്നെ കൊള്ളായി. അത്രമാത്രം വേർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഒന്നാമത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു, ഭയങ്കര മഴയും. പിന്നെ നമ്മൾ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയും മിന്നലൊക്കെ വന്നത്. മിന്നലൊക്കെ നമ്മൾ കറക്റ്റ് വെള്ളത്തിനടിയിൽ വരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മീനുകളൊക്കെ പോയി. പക്ഷെ ഒരുപാട് വേറെ കുറെ മീനുകളെ കാണാൻ പറ്റി. പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ സ്കൂബ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റി. അതാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അതായത് സ്കൂബ ഡൈവ് ചെയ്തു എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നി. നമുക്ക് നെക്സ്റ്റ് ഒരു കൺട്രിയിൽ പോകുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സിമ്പിൾ അടിപൊളിയായിരുന്നു. പിന്നെ പറഞ്ഞു ഇനിയും ഡീപ്പിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അത്ര കംഫർട്ടബിൾ ആയി വരാത്തതുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇടി മിന്നലൊക്കെ ആയ സമയത്ത് നമ്മൾ നിർത്തി. ഇനി വേണമെങ്കിൽ ഒരു ബോട്ട് നമുക്ക് എക്സ്ട്രാ ബുക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമാണ്. അതായത് നമ്മൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് 24 hours അതുപോലെ ഇത് ഫ്ലൈറ്റ് പോകുന്നതിന് 24 hours മുമ്പും ചെയ്യാതിരിക്കുന്ന 20 ദിവസം മയക്കും കാര്യങ്ങളുണ്ടാവും. അതോടെ ഒരു കാര്യം അങ്ങനെ ചെയ്യണമെന്ന് പറയും. അപ്പം നമുക്ക് നാളെ ഉച്ചക്കാണ് ഫ്ലൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് ചെയ്തത്. കുറച്ച് ലേറ്റ് ആയി പോയി നമ്മൾ ചെയ്യാൻ. എന്നാലും നമ്മൾ രാവിലെ ചെയ്യാനുള്ള റീസൺ അതുകൊണ്ടാണ്. അത് പരമാവധി നമുക്ക് ആ ഒരു ടൈമിന്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആകെ നമ്മൾ ചെയ്തൊരു ആക്ടിവിറ്റി അതാണ്, നല്ലൊരു കോഴ്സായി. പക്ഷെ വേറെ സ്നോക്കലിംഗ് പരിപാടികളൊന്നും ഞാൻ ഫിലിപ്പീൻസിനൊക്കെ ചെയ്താണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നില്ല. നമ്മള് എന്നത് വാട്ടർ വില്ലല്ല, അപ്പൊ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് വില്ലയും കൂടി കാണിച്ചു തരാം. നമ്മൾ വീട്ടിലേക്ക് കയറി പോകുന്ന നോക്കി 2 സൈഡിലൊക്കെ വാലീസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നെങ്കിൽ പൂൾ കാണിച്ചു കൊടുക്കുക. അതായത്
ഇതാണ് സ്യൂട്ട് കേട്ടോ. സ്യൂട്ടിന്റെ മുറ്റത്ത് തന്നെ പൂളുള്ള ടൈപ്പ് സ്യൂട്ട്. ഏത് ലെവലല്ല. വെൽക്കം. അപ്പൊ ഇതാണ് ഒരു ലിവിങ് ഏരിയ ഉള്ളത്. ഇവിടെ വർക്ക് ചെയ്യേണ്ട വർക്ക് കേട്ടോ. അതിന് ലക്ഷറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷറി സാധനമാണ്. ഇവിടെ നേരെ വാഷ്റൂം ഒന്ന് കാണിച്ചേട്ടാ. ഓക്കെ, ഏത് ലെവൽ വാഷ്റൂം. ഓപ്പൺ എയർ വാഷ്റൂമാണ് കാണുന്നത് കേട്ടോ. ലക്ഷറി എന്നെല്ലാം പറഞ്ഞാൽ മാലദ്വീപ്സ് ആണ് എൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ വരാം, നേരെ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തില്ല, പോവാ, കുളിക്കാൻ വേണ്ടി പോവാ. അപ്പൊ അടുത്ത് ബാത്റൂം കണ്ട് റൂം കണ്ടിട്ടെല്ലാം സ്യൂട്ടില് വാഷ്റൂം ആളോ മാത്രമാണ്. ഇതാണ് ബെഡ്റൂം. പൈസ വേണം ബൈ, മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. അതാണ് സാധനം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഏറുമാടത്തിൽ താമസിക്കാനായിട്ടുണ്ട്. പക്ഷെ എന്റെ റേറ്റ് എത്ര? ഞങ്ങള് 1,00,000 കൂട്ടിക്കോളൂ. അപ്പൊ ഇവിടുന്ന് ആകെയുള്ള ഒരു ഡ്രോബാക്ക് കാരണം മൂത്രമൊക്കെ താക്കണം. നമുക്കല്ല അറ്റാച്ച്ഡ് സാധനം ഉണ്ട്. അപ്പോ ഇതാണ് സ്യൂട്ട് കേട്ടോ. സ്യൂട്ട് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഹെവി ക്വാളിറ്റി ആണ്, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. രമേശ് എന്താ സ്യൂട്ട് എന്നുണ്ട്? എന്താ പറയുന്നത്? സൂട്ട് കണ്ടിട്ടില്ല. ഭയങ്കര വൈബായി കിട്ടും. ഇവിടുത്തെ ക്ലൈമറ്റ് ആലോചിച്ച് വേറെ ബാൽക്കണി, താഴത്ത് വാഷ്റൂം ആണെങ്കിൽ ഗംഭീര വാഷ്റൂം. So let's meet some of guys from who's on the holiday factory. Hi man. Omar, sorry. Adi. Hi, hello. Yeah. Your name? Carlo from Philippines. Hi, Call from Hyderabad. from Hyderabad and then Dubai. And how's cinnamon for you? The So for cinnamon Donavelli is one of the best. Out of 10? resorts in, Out of 10, what Maldives. is your rate? Out of 10, I'll give you 9.5. And so out of 10, how much you will rate? 10. 10. Ardi? 10. Carlo? Me 10. 10. This sets the highest standard for me. Yeah. Because it's too good. ഏതാ വൈബ് നോക്ക്. നല്ല മൂഡ്. നമ്മളെ ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്ന അമ്മ ഫുഡ് കഴിക്കാൻ വന്ന സിസ് ഉണ്ട്, പാസ്ത ഉണ്ട്, സെറ്റ്. I saw it. എല്ലാരും ഇരിക്കുന്ന നോക്കി ആകെ പൊട്ടിക്കണ. UAE ഇന്ന് അലേർട്ട് വന്നിട്ട് അതിനെ കൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആവുന്നുള്ള ചെറിയ പേടിയിലാണ് എല്ലാവരും ഉള്ളത്. ഓരോരുത്തർ എന്തൊക്കെയോ പറഞ്ഞ് ലീവ് എടുത്ത് വന്നതാണ്. No. Will you? 2 ദിവസം നീണ്ടുപോയ കുടുങ്ങി. ഇപ്പൊ തന്നെ പിസയും കാസറെല്ലാം കാണിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഹായ്. അപ്പൊ അങ്ങനെ മെയ് 4-ാം തീയതിയാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് കേരളത്തിലെ UDF തരംഗം UDF ഭരണത്തിലേക്ക് തിരിച്ചു വരുന്ന ദിവസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് സ്റ്റോറി പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വാസ് ആവറേജ്. ഭയങ്കര ഫുഡും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. ഡൈവിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൈവിങ്ങിന് പോയത്. ഡൈവിങ് ഒരു ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടോ. നമ്മൾ ഒരുപാട് ഭയങ്കര ഒരു പേടിയോടെ നോക്കി കാണുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഈ എന്താ പറയുക, നമ്മൾ വൺസ് നമ്മളതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗെറ്റ് ഇൻ ടു എന്ന് പറഞ്ഞ പോലെ വെള്ളമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ നല്ലൊരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ മീനുകളും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ നമുക്ക് ഒരുപാട് ഡീപ്പിലേക്ക് പോകാൻ പറ്റില്ല. വീണ്ടും ഒന്ന് നമ്മൾ ടയേർഡായി. പിന്നെ നമ്മളെ ഇടിയും മിന്നലും പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഡൈവിങ് ഏകദേശം ഉച്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് പിന്നെ റൂമിൽ നിന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ട് അതിനുശേഷം പിന്നെ വൈകുന്നേരം നമ്മൾ ഒന്നുകൂടി നടക്കാൻ ഇറങ്ങി. നമ്മുടെ കൂടെ അവിടുന്ന് ഓൾഡ് ഫാക്ടറിന്റെ സെയിം പാക്കേജ് എടുത്ത് വന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. അവരെല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. നമ്മൾ വീണ്ടും പിസ്സയും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. സോ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മളെ ബോർഡിൽ എന്തൊക്കെയാണുള്ളതെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഹാഫ് ബോർഡ് പറഞ്ഞ ലഞ്ച് ഡിന്നറാണ്. ഫുൾ ബോർഡ് പറഞ്ഞ ലഞ്ചും ഡിന്നറും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. നല്ല എമൗണ്ട് ആണ് അതിനൊക്കെ വരുന്നത്. സോ അത് തന്നെ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ നോക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് കൊണ്ടുവരിക. നാട്ടിൽ നിന്നൊക്കെ ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തർക്കും $30 കൊടുത്താൽ ബുഫറ്റിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് പിസയും പാസ്ത പോലുള്ള കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ പെപ്സി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കോസ്റ്റും കാര്യങ്ങളും ആയില്ല. ഞങ്ങൾ അങ്ങനെ അത് സേവ് ചെയ്തു. പിന്നെ നമുക്കിനിയിപ്പം 2ാമത്തെ ദിവസം കഴിഞ്ഞു. നാളെ നമുക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഇല്ല. നാളെ ഉച്ചയ്ക്ക് നമുക്ക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 1 മണിക്ക് ഫ്ലൈറ്റാണ്. നമുക്ക് വരുന്ന ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങണം. സോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ പോകാന്നുള്ളതേ ഉള്ളൂ. സോ എൻഡ് ഓഫ് day 2.